എല്ലാവർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം. ശ്രീ വെള്ളാമശ്ശേരി ഗരുഡങ്കാവ് ക്ഷേത്രം വീഡിയോയിലേക്ക് കടക്കാം. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്താണ് ഭാരതത്തിലെ ഏക ഗരുഡ ക്ഷേത്രമെന്ന ശ്രീ വെള്ളാമശ്ശേരി ഗരുഡങ്കാവ് ക്ഷേത്രം നിലനിൽക്കുന്നത്. മണ്ഡലകാലത്ത് നാഗങ്ങൾ മനുഷ്യരൂപമെടുത്തു വരുന്ന ക്ഷേത്രമാണ് വെള്ളാമശ്ശേരി ഗരുഡങ്കാവ്. ഇവിടെ ശ്രീ ഗരുഡനാണ് പ്രധാന ദേവൻ. നാഗശത്രുവായ ഗരുഡനെ പ്രസാദിപ്പിച്ച് തങ്ങളുടെ ആയുസ്സ് 1 വർഷം കൂടി നീട്ടിക്കിട്ടുന്നതിനു വേണ്ടിയാണ് നാഗങ്ങൾ മനുഷ്യരൂപത്തിൽ ഇവിടെ എത്തുന്നതെന്നാണ് വിശ്വാസം. സർപ്പദോഷവും സർപ്പശാപവും ഉള്ളവർ ഈ സമയം ഇവിടെ വന്നു തൊഴുതാൽ അവർക്ക് ശാപമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. കേരളത്തിൽ അപൂർവമാണ് ശ്രീ ഗരുഡൻ പ്രധാന പ്രതിഷ്ഠയായ ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണിത്. വെള്ളാമകളുടെ വാസസ്ഥലം എന്ന അർത്ഥത്തിലാണ് വെള്ളാമശ്ശേരി എന്ന പേര് വന്നത് എന്നാണ് കരുതപ്പെടുന്നത്. വൈഷ്ണവ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വെള്ളാമശ്ശേരി ഗരുഡങ്കാവ്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്താണ് ഈ ക്ഷേത്രം. ഗരുഡ ക്ഷേത്രം എന്നാണ്. ശ്രീ മഹാവിഷ്ണു ഇവിടെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ്. ശ്രീ കൂർമാവതാരത്തിലാണ് ശ്രീ മഹാവിഷ്ണു പ്രതിഷ്ഠ. അതിനു നേരെ പിന്നിലാണ് ഗരുഡ പ്രതിഷ്ഠ. മണ്ഡലകാലം ഇവിടെ ഗരുഡോത്സവമായി ആഘോഷിക്കുന്നു. ഐതിഹ്യം: ഒരിക്കൽ പെരുന്തച്ചൻ വെട്ടത്തു രാജാവിന് ഒരു പ്രതിമ സമ്മാനം നൽകി. പ്രതിമ ഇഷ്ടപ്പെട്ട രാജാവ് ഇതിനു ജീവനുണ്ടായിരുന്നുവെങ്കിൽ എന്നു പറയുകയും കേട്ടുനിന്ന പെരുന്തച്ചൻ ഒരു പതിവ്രത തൊട്ടാൽ അതിനു ജീവൻ വയ്ക്കുമെന്നും മറുപടി പറയുകയും ചെയ്തു. പെരുന്തച്ചൻ്റെ വാക്കുകളിൽ സന്തുഷ്ടനാകാത്ത രാജാവ് തച്ചൻ പറഞ്ഞത് സത്യമായില്ലെങ്കിൽ പെരുന്തച്ചനെ വധിക്കുമെന്നു കൽപ്പിക്കുകയും ചെയ്തു. ഇതു കേട്ട് ഒരു നിമിഷം ധ്യാനിച്ചു നിന്ന പെരുന്തച്ചൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്തി. അവർ ആ പ്രതിമയെ തൊട്ട നിമിഷം അതിന് ജീവൻ വെച്ചു പറന്നുയർന്നു. രാജാവും പരിവാരങ്ങളും പ്രതിമയെ പിന്തുടർന്നു. പ്രതിമ വെള്ളാമകൾ വസിക്കുന്ന തീർത്ഥക്കുളത്തിൽ ഒരാമയുടെ പുറത്തു പറന്നിറങ്ങി. ആമ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷ്യമാക്കി നീന്തുകയും ചെയ്തു. ഈ കാഴ്ച കണ്ടുവന്ന രാജാവ് കറുത്തേടൻ തിരുമേനിയെ വിളിച്ചു കാര്യങ്ങൾ ധരിപ്പിച്ചു. ഉടൻ തന്നെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിനു പടിഞ്ഞാറ് ഗരുഡ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഗരുഡങ്കാവ് എന്നറിയപ്പെട്ടു എന്നാണ് മറ്റൊരു ഐതിഹ്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ഋഷിവര്യൻ തപസ് ചെയ്ത് ശ്രീ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി മനുഷ്യന് പാപമോക്ഷം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്രകാരം ശ്രീ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ശ്രീ ഗരുഡനെ പാപമോക്ഷത്തിനുള്ള തത്വങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഈ തത്വങ്ങൾ ജനനന്മയ്ക്കായി ഉപകരിക്കാൻ ശ്രീ ഗരുഡനെ ഭൂമിയിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. ശ്രീ ഗരുഡൻ പറന്നു വന്നിരുന്നത് ഇപ്പോൾ ഗരുഡൻ കാവിലുള്ള തീർത്ഥക്കുളത്തിനടുത്താണെന്നും പറയപ്പെടുന്നു. കാലങ്ങൾക്കു ശേഷം വെട്ടത്തു രാജാവ് ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രവും പണിതു. പ്രത്യേകതകൾ: മണ്ഡലകാലത്തെ ആദ്യത്തെ 3 ഞായറാഴ്ചകൾ തുടർച്ചയായി ഗരുഡങ്കാവിൽ തൊഴുതാൽ 1 വർഷത്തെ ദർശനഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ശിശുരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രത്യേകം വഴിപാടുകൾ ഉണ്ട്. പക്ഷികളിൽ നിന്ന് കാർഷിക വിളകൾക്ക് ഉപദ്രവം ഏൽക്കാതിരിക്കാൻ കർഷകർ ഇവിടെ വഴിപാടുകൾ നടത്തുന്നു. സർപ്പദോഷം ഉള്ളവർ ജീവനുള്ള പാമ്പിനെ മൺകുടത്തിലാക്കി ഗരുഡ നടയിൽ ഇറക്കിവിടുന്നു. തുടർന്ന് പൂജാരി ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി പാമ്പിൻ്റെ മേൽ തീർത്ഥം തളിക്കുന്നു. അതോടെ ആ പാമ്പ് ഗരുഡൻ്റെ ഭക്ഷണമായി എന്നാണ് വിശ്വാസം. തെക്കോട്ടായി ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിനെ പിന്നീട് ആരും കാണാറില്ലെന്നും ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. മഞ്ഞളിട്ടുണ്ടാക്കുന്ന മഞ്ഞ പായസമാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം. രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സ്വർണമോ വെള്ളിയോ മറ്റെന്തെങ്കിലും ലോഹങ്ങളോ കൊണ്ട് ഉണ്ടാക്കിയ വെള്ളരിക്ക ഇവിടെ നടക്കി വയ്ക്കുന്നതും ത്വക്ക് രോഗങ്ങൾ അകലാൻ ഇവിടുന്ന് കിട്ടുന്ന ഗരുഡ പഞ്ചാക്ഷരി എണ്ണ ഉപയോഗിച്ചാൽ മതി എന്നും വിശ്വാസമുണ്ട്. ഗരുഡ മന്ത്രം ഇവിടെ കൊടുക്കുന്നു.
സർപ്പദോഷങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കൃഷിനാശം എന്നിവയിൽ നിന്ന് മുക്തി നേടാനും സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭക്തരിലേക്ക് എത്തിക്കുവാനും ഭഗവാന്റെ വാഹനമായ ശ്രീ ഗരുഡൻ്റെ അനുഗ്രഹം ലഭ്യമാക്കുവാനും ഈ മന്ത്രങ്ങൾ സഹായകമാകും. ഏവരെയും ശ്രീ ഗരുഡ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6.5 കിലോമീറ്ററും തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം.